ബീഹാറിൽ ഈ SIR നടപ്പിലാക്കിയതിന് ശേഷം 65 ലക്ഷത്തിലധികം ജനങ്ങളാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ 65 ലക്ഷത്തിലധികം ജനങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അത് ആശങ്കാജനകമാണ്. നമ്മുടെ നാട്ടിലും അത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്താണ് ഈ SIRന്റെ പ്രധാന ലക്ഷ്യം? SIRന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കള്ളവോട്ട് തടയുക, ഇരട്ട വോട്ടുകൾ തടയുക, മരണപ്പെട്ടവരുടെ വോട്ട് ഒഴിവാക്കുക, വിദേശികളുടെ വോട്ട് അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവരുടെ വോട്ട് തുടങ്ങി ഇതിനെയൊക്കെ ഒന്ന് പരിഷ്കരിച്ച് ആവശ്യമില്ലാത്തവരെയൊക്കെ ഒഴിവാക്കി ഇതിന്റെ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് SIRന്റെ പ്രധാന ലക്ഷ്യം. ഈ 2002 ശേഷം എത്ര തിരഞ്ഞെടുപ്പുകൾ നടന്നു? അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളെ ഒന്നും പരിഗണിക്കാതെ 2002 കൊണ്ടുപോയി ഇതിന്റെ രേഖകളൊക്കെ സമർപ്പിക്കുക എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് എന്തൊക്കെ ഇതിൽ ദുരൂഹതകളില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതെല്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉൾപ്പെടുന്ന തന്നെയാണല്ലോ. ബീഹാറിൽ സംഭവിച്ചത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു കൂടായ്മയില്ല. ഒരിക്കലും നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2002 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 2,24,00,000 ജനങ്ങളായിരുന്നു. എന്നാൽ അതേ കണക്ക് നമ്മൾ ഈ 2025 പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 2,78,00,000 പേരിലെത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 54 ലക്ഷം പേർ അധികം. ഇതൊരു ചോദ്യചിഹ്നമാണ്. 2026 ജനുവരിക്കകമാണ് SIRന്റെ എല്ലാ നൂലാമാലകളും പൂർത്തീകരിക്കണം, എല്ലാ പട്ടികകളും തയ്യാറാകണം എന്ന് പറയുന്നത്. 2026 ജനുവരി എന്ന് പറയുമ്പോൾ ഇനി അധികം സമയമില്ല. ഈ BLOമാരുടെ വർക്ക് പ്രഷറിനെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടതാണ്. കണ്ണൂരിൽ ഒരു BLO ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരത്ത് ഒരു BLO മുണ്ട് പൊക്കി കാണിച്ചു. അതിനിടയിൽ നല്ല BLOമാർക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ എത്രയോ വീടുകളിൽ ഇന്നും ഈ SIRന്റെ ഫോം എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നും കേരളത്തിൽ ഒരുപാട് പേർ ഈ SIRന്റെ ഫോം കൃത്യമായ രീതിയിലല്ല പൂരിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ജനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഈ ഒരു SIRന്റെ കാര്യം. നിങ്ങളുടെ രേഖകൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളിവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പൂർവികർ ഈ നാട്ടുകാരാണെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതേപോലെയാണ് ബീഹാറിലും സംഭവിച്ചത്. സോ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ പറയുന്നത് ഒരു തരത്തിലും അർഹരായവരാരും ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ എടുപിടി എന്നുള്ള പരിപാടികൾ ഈ 2026 ജനുവരിക്കുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിക്കണമെന്ന് പറയുന്നത് ഇത്രയും വേഗത്തിൽ നടത്തുന്ന നടപടികളിൽ ക്രമക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്താൻ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും പേര് മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിനൊന്നും ഈ ഒരു സമയം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇതെല്ലാം എളുപ്പത്തിൽ നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയകരമാണ്. നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഭരണഘടന അനുവദിച്ചിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലിരിക്കട്ടെ.